ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. 2025 ക്രിസ്മസ് എക്സാം ഡിസംബർ 15 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ നല്ലപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം, റൈറ്റ് ദ ടൈം ടേബിൾ ഓൺ യുവർ ബുക്ക്. ഒരു ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ടൈം ടേബിൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ ഒന്ന് എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിനോട് ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. ഏതൊക്കെയോ എക്സാം എന്നൊക്കെയോ നടക്കുന്നു, അതിൽ എനിക്കെന്താ എന്നല്ല, ഏതൊക്കെ എക്സാംസ് എന്നൊക്കെയാണ് എന്നുള്ളത് ടൈം ടേബിൾ നിങ്ങളൊന്ന് എഴുതി വെക്കുമ്പോൾ ആ ടൈം ടേബിളിൽ എക്സാമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടി സീരിയസ്നെസ് വരും എക്സാമിനെ പറ്റിയും പഠിക്കാനായിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത്. അതാദ്യം ചെയ്യാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, സ്റ്റഡി ലീവ്സ് ഇല്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി ലീവ് ഇല്ല. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് അധികം സമയം ഉണ്ടാവില്ല, ദിവസം ഉണ്ടാവില്ല. ഇന്നൊരു പരീക്ഷ ഉണ്ടെങ്കിൽ നാളെയുണ്ട്, മറ്റന്നാളുണ്ട്, അങ്ങനെയാണ് ടൈം ടേബിൾ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, ആദ്യമേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, പ്ലാൻ ദ സ്റ്റഡി ടൈം ടേബിൾ. ടൈം ടേബിൾ ഇതാ ഇവിടെയുണ്ട്. ഇത് എഴുതി വെച്ചാൽ മാത്രം പോരാ. ഡിസംബർ 15 എക്സാം തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ദിവസം ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഒരു ചാപ്റ്റർ എടുത്താലും അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക. ഇതാണ് ടൈം ടേബിൾ. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇത് +1 ടൈം ടേബിളാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത് ടൈം ടേബിൾ. ഫോണിൽ സ്ക്രീൻഷോട്ടായി കിടന്നാൽ പോരാ. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ട്രൈ ടു സ്കോർ മോർ ദാൻ ഓണം എക്സാം. ഓണം എക്സാമിന് മേടിച്ച മാർക്സിനേക്കാൾ 5 മാർക്സെങ്കിലും, അല്ലെങ്കിൽ പോട്ടെ 2 മാർക്കെങ്കിലും കൂടുതൽ മേടിക്കാൻ ശ്രമിക്കുക. ഓണം എക്സാമിന് എവിടെയായിരുന്നോ അതിനേക്കാൾ താഴ്ന്നു പോകാതെ, അല്ലെങ്കിൽ ആ ഇതിൽ തന്നെ നിൽക്കാതെ ബെറ്റർ ആവാൻ നോക്കുക. ഓക്കെ, സ്റ്റഡി ആൻഡ് ഫിനിഷ് ദ ടോപ്പിക്സ് ഫോർ മെയിൻ എക്സാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് പഠിച്ചു കഴിഞ്ഞാൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വർക്ക് കുറഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി ഇതാ പഠിക്കുകയാണ്. അപ്പോൾ മെയിൻ എക്സാമിനും ഈ ടോപ്പിക്സ് തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ പകുതി പോർഷൻസ് ഈ എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ച് കവർ ചെയ്യുകയാണെങ്കിൽ മെയിൻ എക്സാം നമുക്ക് സിമ്പിളാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓർക്കേണ്ടത്. അല്ലാതെ ഏതായാലും മെയിൻ എക്സാമിന് പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ ഇത് ചെറിയൊരു എക്സാം അല്ലേ എന്നെഴുതി നിങ്ങൾ സമയം കളയരുത്. മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇതൊന്ന് നന്നായിട്ടൊക്കെ ഒന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എക്സാമിന് അത്രയും വർക്ക് ലോഡ് നിങ്ങൾക്ക് കുറയുള്ളൂ, നിങ്ങൾക്കത് ഉപകാരമായിരിക്കുള്ളൂ. ഓക്കെ, ദെൻ സ്റ്റഡി സിസ്റ്റമാറ്റിക്കലി. ടെക്സ്റ്റ് എടുക്കുന്നു, കുറേ എന്തൊക്കെയോ പഠിക്കുന്നു, അങ്ങനെയല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ആൻസർ കീസ് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കാം. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ എടുത്തിട്ട് കുറേ ടെക്സ്റ്റിൽ നിന്ന് എന്തൊക്കെയോ കുറേ പഠിക്കുന്നു, ഏത് എക്സാമിന് ചോദിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെയല്ല, ഏതാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഐഡിയ കിട്ടും. കാരണം ഈ ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് 10 വർഷമായിട്ടുണ്ട്. അപ്പോൾ 10 ഇയേഴ്സായിട്ട് ചോദിക്കുന്നതിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കില്ല. അത് മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് റെഫർ ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുക. ആൻസർ കീസും അവൈലബിൾ ആണ്. ആൻസർ കീയും റെഫർ ചെയ്യുക, നന്നായി പഠിക്കുക. പിന്നെ ഒരു ബോണസ് ഒരു പോയിന്റ് നിങ്ങളോട് പറഞ്ഞുതരാം. റൈറ്റ് ടു സ്കോർ മാർക്സ്, നോട്ട് ടു ഫിനിഷ് പേജസ്. മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതാം. കുറേ പേജസ് എഴുതി തീർത്താൽ കുറേ മാർക്സ് കിട്ടുമെന്നുള്ളത് ചിന്തിക്കരുത്. അങ്ങനെയല്ല ഇതിൻ്റെ കാര്യം. കുറച്ച് എഴുതിയാലും എഴുതുന്നത് കൃത്യമായ പോയിൻറ്റ്സ് ആണെങ്കിൽ അതിനാണ് മാർക്സ്. കുറേ പേജുകൾ എഴുതിയാൽ ഒരാളും ജയിക്കാൻ പോകുന്നില്ല. ഓക്കെ, മാക്സിമം പഠിച്ചതിൽ നിന്ന് ഉള്ള പോയിൻറ്റ്സ് എടുത്ത് എഴുതുക. അത് അല്ലാതെ കുറേ പേജസ് എഴുതി ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളൊരു നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, അവനൊരു 10 പേജ് എഴുതുകയാണെങ്കിൽ ഞാനൊരു 12 പേജ് എഴുതാം. അപ്പോൾ എനിക്ക് കൂടുതൽ മാർക്സ് കിട്ടും, കാരണം എൻ്റെ പേജിൻ്റെ നമ്പർ കൂടുതലാണല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെയല്ല വേണ്ടത്. മനസ്സിലാക്കുക, പേജിൻ്റെ നമ്പറിൽ കാര്യമില്ല. കുറച്ച് പേജസ് ആണ് എഴുതിയിട്ടുള്ളെങ്കിൽ പോലും അതിലത്തെ പോയിൻറ്റ്സിലാണ്, കോണ്ടൻറ്റിലാണ് കാര്യം. ഓക്കെ, അത് മനസ്സിലാക്കി തന്നെ എക്സാമിന് വേണ്ടി എടുക്കാം. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ട് എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.